ഹലോ, എല്ലാവർക്കും സെറാസ് ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറേ നല്ല നല്ല പ്ലാന്റ്സ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ പ്ലാന്റ്സ് ആവശ്യമുള്ളൊരു വാട്സപ്പ് വഴിയാണ് ഓർഡർ ചെയ്യേണ്ടത്. DTDC വഴിയായിരിക്കും നമ്മൾ പ്ലാന്റ്സ് അയച്ചു തരിക. ഇനി വരുന്ന ഓർഡേഴ്സ് നമ്മൾ ട്യൂസ്ഡേ മുതലാണ് അയച്ചു തുടങ്ങുക. കുറച്ച് പെൻഡിങ് ഓർഡേഴ്സ് ഉണ്ട്, അതെല്ലാം അയച്ച ശേഷമായിരിക്കും ഇനിയുള്ള ഓർഡേഴ്സ് അയക്കുക. പ്ലാന്റ്സ് അയച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ട്രാക്കിംഗ് ഡീറ്റെയിൽസ് ഞാൻ അയക്കുന്നതാണ്. അത് വെച്ച് നിങ്ങൾ ട്രാക്ക് ചെയ്ത് പ്ലാന്റ്സ് എത്രയും വേഗം തന്നെ കൈപ്പറ്റുക. അതുപോലെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കിട്ടിയ ശേഷം പിന്നീടാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ടൊന്ന് മെസ്സേജ് ചെയ്യുക. പ്ലാന്റ്സ് സ്റ്റോക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി പ്ലാന്റ്സിലേക്ക് പോകാം. ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് വാട്ടർ ജാസ്മിൻ ആണ്. നീർമുല്ല, ക്ഷേത്രമുല്ല എന്നൊക്കെ പേര് വിളിക്കുന്ന ഒരു പ്ലാന്റ് ആണിത്. ഇതിൻ്റെ പൂക്കൾ എപ്പോഴും താഴേക്കാണ് വിരിഞ്ഞ് നിൽക്കുക. അതാണ് പൂക്കളുടെ ഒരു പ്രത്യേകത. ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് വരിക. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 70 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് മെലസ്റ്റോമയുടെ യെല്ലോ കളർ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റിൻ്റെ ഒരു സൈസ് വരിക. സാധാ മെലസ്റ്റോമയുടെ ഇലകളെ കഴിഞ്ഞ് കുറച്ച് വ്യത്യാസമുള്ള ഇലകളാണ്. ഇതിന് 90 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് ഒരു യുജീനിയ വെറൈറ്റിയാണ്. ബോക്സ് യുജീനിയ അല്ലെങ്കിൽ ഡയമണ്ട് യുജീനിയ എന്നൊക്കെ പേര് വിളിക്കുന്ന ഒരു പ്ലാന്റ് ആണിത്. ഡയമണ്ട് ഷേപ്പിലാണ് ഇതിൻ്റെ ഇലകൾ നിൽക്കുക. അതുപോലെ തന്നെ തളിരിലകൾക്ക് ഒരു 2-3 കളറായിട്ടാണ് ഇലകൾ വരിക. ചോക്ലേറ്റ് കളറും ക്രീം കളറും ഒക്കെ ചേർന്നിട്ടാണ് ലീഫ് വരിക. നല്ല ഭംഗിയുള്ള ഒരു യുജീനിയ പ്ലാന്റ് ആണ്. യുജീനിയയുടെ 4 വെറൈറ്റി നമുക്ക് സെയിലിന് അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ ചോദിച്ചാൽ മതി. ഇതിന് 60 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് വരുന്നത് നമ്മുടെ കുറ്റിപ്പിച്ചിയാണ്. സ്മെല്ലോട് കൂടിയ പൂക്കളാണ്. നല്ല ഭംഗിയാണ് വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ. നക്ഷത്ര കുഞ്ഞുങ്ങൾ പോലെ ഇതുപോലെ വിരിഞ്ഞ് നിൽക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കുറ്റിപ്പിച്ചി. എല്ലാ സമയത്തും നമുക്ക് പൂക്കൾ കിട്ടുന്ന ഒരു പ്ലാന്റ് ആണിത്. അപ്പോൾ ഇത് നട്ട് കഴിഞ്ഞാൽ വലിയ കെയറിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ ഇതുപോലെ പൂക്കൾ തരും. നമുക്കിത് നിലത്ത് നടുന്നതാണ് ഏറ്റവും നല്ലത്. ഈ കാണുന്നതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. കുറച്ച് വലുപ്പമുള്ള പോട്ടിൽ നട്ടാലും മതി. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് പെഡിലാന്തസ് വെറൈറ്റിയാണ്. ആദ്യത്തെ ടൈപ്പ് ഈ കാണുന്ന ഒരു നോർമൽ വെറൈറ്റിയാണ്. ഇതിൻ്റെ ആ ഒരു വേരിയേഷൻ തണ്ടിൽ വരെയും ഉണ്ടാവും. നല്ല ഭംഗിയാണ്. നമുക്കിത് നിലത്ത് നട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ പോട്ടിലോ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതാണ് ആദ്യത്തെ വെറൈറ്റി വരുന്നത്. രണ്ടാമത്തത് വരുന്നത് പെഡിലാന്തസ് കേളി പിങ്ക് ആണ്. മെച്ചുവറായി കഴിയുമ്പോൾ ഒരു പിങ്ക് കളറോടെ ഈ ഒരു ലീഫിൽ വരും. നല്ല ഭംഗിയുള്ള ഒരു പെഡിലാന്തസ് വെറൈറ്റിയാണിത്. ഹാങ്ങിങ് പോട്ടിലൊക്കെ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ പോട്ട് നിറയുകയും ചെയ്യും. മൂന്നാമത്തെ വെറൈറ്റി വരുന്നത് പെഡിലാന്തസിൻ്റെ മിനിയേച്ചർ വെറൈറ്റിയാണ്. ഇതിൽ ഗ്രീൻ കളറാണ് കൂടുതലായിട്ട് വരിക. രണ്ടാമത്തെ ആ ഒരു വെറൈറ്റിയേക്കാളും ഗ്രീൻ കളറിലായിരിക്കും ലീഫ് വരിക. അപ്പോൾ പെഡിലാന്തസിൻ്റെ 3 വെറൈറ്റിക്കും 15 രൂപ വീതമാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക മെഡിനില്ലയുടെ പ്ലാന്റ്സ് ആണ്. മെഡിനില്ലയുടെ പൂക്കൾ നല്ല ഭംഗിയുള്ള മുന്തിരിക്കുലകൾ പോലെ തൊങ്ങി നിൽക്കുന്ന പൂക്കളാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. റൂട്ടൊക്കെ വന്ന നല്ല ഹെൽത്തി ആയ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരിക. ഇനി നമുക്ക് ഇതിൻ്റെ വലിയ സൈസിൽ, അതായത് പൂക്കളോട് കൂടിയ പ്ലാന്റ്സും അവൈലബിൾ ആണ്. നല്ല മെച്ചുവർ ആയിട്ടുള്ള പ്ലാന്റ്സും അവൈലബിൾ ആണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സ് ആണ് വേണ്ടതെങ്കിൽ 120 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരിക. അടുത്തത് വരിക എപ്പീസിയ വെറൈറ്റീസ് ആണ്. കഴിഞ്ഞ തവണ എപ്പീസിയ വെറൈറ്റീസ് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. കുറച്ച് പേർക്കൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. ആദ്യത്തേത് വരിക ബേണിംഗ് എംബറർ ആണ്. പിങ്ക് കളറിൽ ഫ്ലവർ തരുന്ന ഒരു എപ്പീസിയ വെറൈറ്റിയാണിത്. ഇതിന് റേറ്റ് വരിക 20 രൂപയാണ്. അടുത്ത വെറൈറ്റി വരിക സൗമിയാണ്. യെല്ലോ കളറിൽ ഫ്ലവർ തരുന്ന എപ്പീസിയ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ലീഫ് നല്ലൊരു ചോക്ലേറ്റ് കളറായിരിക്കും വരിക. നല്ലൊരു ഗ്ലേസിങ്ങോട് കൂടിയ ലീഫാണ്. നല്ല ഭംഗിയുള്ള ഒരു എപ്പീസിയ പ്ലാന്റ് ആണ്. അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ഒരു എപ്പീസിയാണിത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. അപ്പോൾ സൗമി എപ്പീസിയ വെറൈറ്റിക്ക് 40 രൂപയാണ് റേറ്റ് വരിക. അടുത്ത വെറൈറ്റി വരിക ഈ കാണുന്ന എപ്പീസിയ പ്ലാന്റ് ആണ്. ലീഫ് നല്ല ഭംഗിയുള്ള ഒരു എപ്പീസിയ വെറൈറ്റിയാണ്. ഇത് ഏറ്റവും കൂടുതൽ പേര് ചോദിച്ചിരുന്ന ഒരു എപ്പീസിയ ഈ ഒരു വെറൈറ്റി ആയിരുന്നു. ഇതിൽ ഫ്ലവർ വരിക ഒരു പിങ്ക് കളറിലുള്ള ഫ്ലവറാണ്. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഇതിന് 30 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത ഒരു വെറൈറ്റി ഈ കാണുന്നതാണ്. ഒരു സിൽവർ കളറാണ് ലീഫിലധികവും വരിക. പിന്നെ സൈഡിലൂടെ തന്നെ ഒരു ചോക്ലേറ്റ് കളറോട് ഉണ്ടാവും. ഇതിലും ഫ്ലവർ വരിക റെഡ് കളർ ഫ്ലവറാണ്. നല്ല ഭംഗിയുള്ള ഒരു എപ്പീസിയ പ്ലാന്റ് ആണ്.
ലാസ്റ്റ് വെറൈറ്റി വരിക ഈ ഒരു ചോക്ലേറ്റും ക്രീമും കൂടെ ചേർന്ന് ലീഫിൽ വരുന്ന എപ്പീസിയ പ്ലാന്റ്. ഇതിലും റെഡ് കളർ ഫ്ലവറാണ്. 30 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് അശോകത്തിൻ്റെ തൈകളാണ്. നല്ലൊരു പൂമരമായിട്ട് നമുക്ക് വളർത്താൻ കഴിയുന്ന പ്ലാന്റ് ആണ് അശോകം. അപ്പോൾ ഇതാണ് പ്ലാന്റ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. 70 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരിക. അടുത്തത് വരിക കായാമ്പൂ അല്ലെങ്കിൽ കാശാവെന്നൊക്കെ പറയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. പ്ലാന്റ് സൈസ് വരിക ഈ കാണുന്ന സൈസ് ആയിരിക്കും. 120 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരിക. അടുത്തത് ക്രോട്ടൺ പ്ലാന്റ് ആണ്. ക്രോട്ടൻ്റെ ഈ ഒരു നല്ല ഡാർക്ക് യെല്ലോ കളറിൽ ലീഫ് വരുന്ന വെറൈറ്റിയാണ്. ആദ്യത്തേത് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ്. ഇതിന് 50 രൂപയാണ് റേറ്റ് വരിക. അടുത്ത വെറൈറ്റി വരിക ഈ കാണുന്നതാണ്. ഗ്രീനും റെഡും യെല്ലോയും ഒക്കെ ചേർന്ന് നല്ല ഭംഗിയുള്ള ഒരു ക്രോട്ടൺ വെറൈറ്റിയാണ്. നമ്മുടെ ആപ്പിൾ ക്രോട്ടൻ്റെ ആ ഒരു ടൈപ്പ് തന്നെയാണ്. അത്രയും വലിയ ലീഫായിരിക്കില്ല, ചെറിയ ലീഫോട് കൂടി വരുന്ന ഒരു വെറൈറ്റി ക്രോട്ടൺ പ്ലാന്റ് ആണ്. ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് വരിക. ഇതിനും 50 രൂപ തന്നെയാണ് റേറ്റ് വരിക. അടുത്തത് വരുന്നത് നല്ല ഡാർക്ക് കളറിൽ ലീഫ് വരുന്ന ഒരു മൾട്ടി കളർ ക്രോട്ടൺ വെറൈറ്റിയാണ്. ഇതിന് 40 രൂപയാണ് റേറ്റ് വരിക. ഇനിയുള്ളത് എക്സോറ വെറൈറ്റീസ് ആണ്. ആദ്യത്തേത് വരിക ഈ ഒരു സാൻഡൽ കളറാണ്. ഒരു ലൈറ്റ് ഓറഞ്ച് കളർ എന്ന് പറയാം. അപ്പോൾ പ്ലാന്റ് സൈസ് വരിക ഈ കാണുന്ന സൈസ് തന്നെയായിരിക്കും. പക്ഷേ നിലവിൽ പ്ലാന്റ്സിൽ പൂക്കൾ ഉണ്ടാവില്ല. മഴയൊക്കെ കഴിഞ്ഞപ്പോൾ പൂക്കളെല്ലാം കൊഴിഞ്ഞാണ് പ്ലാന്റ്സ് നിൽക്കുക. ഇതിന് 100 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് വരിക മിനിയേച്ചർ യെല്ലോ എക്സോറയാണ്. ഈ കാണുന്നത് തന്നെയാണ് പ്ലാന്റ് സൈസ് വരിക. ചെറിയ ലീഫോട് കൂടിയ പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ള ഒരു എക്സോറ വെറൈറ്റിയാണ്. നമുക്ക് എക്സോറയുടെ ഈ വെറൈറ്റീസ് എല്ലാം പോട്ടിൽ നട്ട് കൊടുക്കാവുന്നതാണ്. ഇതിന് 60 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് പിങ്ക് കളർ ഫ്ലവർ തരുന്ന എക്സോറയാണ്. ഇതിൻ്റെ ലീഫ് അല്പം കൂടി വലിയ ലീഫിലായിരിക്കും വരിക. പക്ഷേ ഡ്വാർഫ് വെറൈറ്റി തന്നെയാണ്. ഇതുപോലെ കുറ്റിച്ച് നിന്ന് നിറയെ പൂക്കൾ തരുന്ന എക്സോറ വെറൈറ്റിയാണ്. ഈ ടൈപ്പ് പ്ലാന്റ്സ് എല്ലാം തന്നെ നമുക്ക് നട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കെയർ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നിറയെ പൂക്കൾ തരും. ഇതിൻ്റെ തന്നെ രണ്ടാമത്തെ കളർ വരിക ഈ കാണുന്ന ഒരു പീച്ച് കളറാണ്. ഇതിൻ്റെ 3 കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു വെറൈറ്റിയിൽ തന്നെ 3 കളേഴ്സ് ഉണ്ട്. ഇതാണ് രണ്ടാമത്തെ കളർ വരിക. കുറച്ച് റെയറായിട്ട് കാണുന്ന ഒരു വെറൈറ്റി ആണിത്. മൂന്നാമത്തേത് വരിക വൈറ്റ് ആണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട് വൈറ്റ്. 3 കളേഴ്സും നല്ല ഭംഗിയുള്ള വെറൈറ്റീസ് ആണ്. അടുത്തത് ഈ കാണുന്ന പിങ്ക് കളറ്, ഡാർക്ക് പിങ്ക് കളറാണ് വരിക പൂക്കൾക്ക്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഈ ഒരു എക്സോറ പ്ലാന്റ് കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുക നിലത്ത് നടുമ്പോഴാണ്. കൂടുതൽ നമുക്ക് പടർന്ന് കിട്ടുകയും ഒത്തിരി പൂക്കൾ തരികയും ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ്. 70 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരിക. അടുത്തത് വരിക ഈ ഒരു ഓറഞ്ച് കളറിൽ ഇതുപോലെ ഷേപ്പിൽ ഇതളുകൾ നിൽക്കുന്ന ഒരു വെറൈറ്റി എക്സോറ പ്ലാന്റ് ആണ്. നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് പൂക്കൾ. അപ്പോൾ ഈ കാണുന്ന പ്ലാന്റിന് 70 രൂപയാണ് റേറ്റ് വരിക. ഇനി എക്സോറയുടെ ലാസ്റ്റ് വെറൈറ്റി വരുന്നത് റെഡ് കളറിൽ മിനി എക്സോറ വെറൈറ്റിയാണ്. നാരോ ലീഫിൽ വരുന്ന ഒരു എക്സോറയാണിത്. ഇതിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് കോഞ്ചിയാണ്. പെട്രിയ പിങ്ക് എന്നും പറയാറുണ്ട് ഈ ഒരു പ്ലാന്റിന്. പെട്രിയ വെറൈറ്റി അല്ല ഈ ഒരു പ്ലാന്റ്. അപ്പോൾ നമ്മുടെ പ്ലാന്റ് സൈസ് ഈ കാണുന്ന സൈസ് തന്നെ ആയിരിക്കും. മിക്ക പ്ലാന്റ്സിലും ഇതുപോലെ മുട്ടുകളായിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് ഇതുപോലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയക്കുക. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ബട്ടർഫ്ലൈസ് ഇങ്ങനെ നിൽക്കുന്നത് പോലെയാണ് പൂക്കൾ നിറയെ വിരിഞ്ഞു കഴിയുമ്പോൾ. ഇതിന് 100 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് വൈറ്റ് കളറിൽ ഫ്ലവർ തരുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഇതാണ് പൂക്കൾ. ഒരു കെയറിൻ്റെ ആവശ്യമില്ലാതെ നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ പ്ലാന്റ് സൈസ് വരിക ദാ ഈ കാണുന്ന ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും. ഇതിന് 30 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് പെൻറ്റാസിൻ്റെ കുറച്ച് കളർ വെറൈറ്റീസ് ആണ്. ഒരു 5-6 കളറോളം നമുക്ക് സെയിലിന് അവൈലബിൾ ആണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള പൂക്കളാണ് പെൻറ്റാസ് വെറൈറ്റി. ഇതൊക്കെയാണ് കളേഴ്സ് വരിക. ഇതിന് 70 രൂപയാണ് റേറ്റ് വരിക. അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആണ് ഇന്ന് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. പ്ലാന്റ്സ് ആവശ്യമുള്ളവർ വേഗം തന്നെ വാട്സപ്പിൽ ഓർഡർ ചെയ്തോളൂ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.